നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. വല്ലാത്തൊരു മത്സരമല്ലേ നമ്മൾ ഇന്നലെ കണ്ടത്. മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ പോരാട്ടം. വളരെ എളുപ്പത്തിൽ മുംബൈ ഇന്ത്യൻസ് വിജയിക്കുമെന്ന തോന്നൽ തുടക്കത്തിലുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് വിക്കറ്റുകൾ പഞ്ചാബ് കിങ്സിൻ്റേത് പൊഴിഞ്ഞുപോയി. പക്ഷേ പിന്നെ ആശുതോഷ് ശർമ്മ നടത്തിയ വീരോചിത ചെറുത്തുനിൽപ്പ് തിരിച്ചടി, അതിൽ ശരിക്കും ഉലഞ്ഞുപോയി മുംബൈ ഇന്ത്യൻസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കളി തീർന്നത് അവസാന ഓവറിൽ റണ്ണൗട്ട് ആയിക്കൊണ്ടാണ്. 9 റൺസിന് PBKS. പിന്നെ തോറ്റു. സംഗതി എന്തായാലും ഒരു പരിഭ്രാന്തിയുടെ സമയം മുംബൈക്കുണ്ടായിരുന്നു അവർ ബൗൾ ചെയ്യുന്ന ഘട്ടത്തിൽ. ആ ഘട്ടത്തിലാണ് യഥാർത്ഥ ലീഡേഴ്സ് ഉയർന്നു വരേണ്ടത്. ഒരു ക്യാപ്റ്റൻ അവിടെയാണ് തൻ്റെ സഹതാരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും അവിടെയാണ് അവർക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും. പക്ഷേ മുംബൈയുടെ ക്യാപ്റ്റൻ ഹാർദിക് അവിടെയുണ്ട്. ശരിയാണ്, താരങ്ങളെ കുറ്റുനോക്കുന്നത് രോഹിത്തിലേക്കാണ് എന്നൊരു പ്രതീതിയാണ് ഇന്നലെയും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു തോന്നലാണ്. നോക്കുക, ജെറാൾഡ് കോട്സിയുടെ ഓവറിൽ ബൗണ്ടറികൾ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്ന രോഹിത്ത് ലിസൺ ലിസൺ എന്ന് പറഞ്ഞുകൊണ്ട് താൻ പറയുന്നത് അദ്ദേഹം കൃത്യമായിട്ട് അങ്ങ് ജെറാൾഡ് കോട്സിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. കോട്സി പിന്നീട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്തു. അതിൽ രോഹിത്ത് നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. എതിരാളികളുടെ സ്ട്രെങ്ത്തിൽ നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല, അതിന് ഫീഡ് ചെയ്യേണ്ടതില്ല. സ്വന്തം സ്ട്രെങ്ത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം ജെറാൾഡ് കോട്സിക്ക് കൊടുക്കുന്നു. കോട്സി പിന്നീട് കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്ത് കളി മുംബൈ ഇന്ത്യൻസിന് അനുകൂലമാക്കി മാറ്റും. അതുപോലെ ആകാശ് മധുവാളിനെ എടുത്തിട്ട് ഒരു ഘട്ടത്തിൽ അടിക്കുന്നു ആശുതോഷ് ശർമ്മ. ആ ഘട്ടത്തിൽ രോഹിത്തുമുണ്ട് ഹാർദിക്കുമുണ്ട്. രണ്ടുപേരും ചെല്ലുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. പക്ഷേ ഹാർദിക്കിൻ്റെ ഉപദേശങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി മധുവാള് സ്വീകരിക്കുന്നത് രോഹിത്തിൻ്റെതാണ് എന്നുള്ളത് നമുക്ക് വിസിബിളായിട്ട് അവിടെ കാണാവുന്ന ഒന്നായിരുന്നു, വ്യക്തമായിട്ട് കാണാവുന്ന ഒന്നായിരുന്നു. ഏതായാലും മത്സരത്തിൽ ഒടുവിൽ അവർ വിജയിച്ചു കയറി. അതിൽ രോഹിത്ത് തൻ്റെ സഹതാരങ്ങൾക്ക് നൽകിയിട്ടുള്ള ഊർജം വളരെ വലുത് തന്നെയാണ്. ക്യാപ്റ്റൻ ആവണമെന്നില്ല, ഒരു ട്രൂ ലീഡർ ആണെങ്കിൽ ഏത് ഘട്ടത്തിലും തൻ്റെ ടീമിന് ആവശ്യമുണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തും. അതാണ് ഒരു ട്രൂ ലീഡർ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോ.